ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് എങ്ങനെയാണ് തുടക്കക്കാർക്ക് പോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് സ്ലീവ് തയ്ക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടി തുണി ഇതേപോലെ 4 മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താവ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ലെവലില്ലാതാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ സ്ലീവ് റൗണ്ട് മടക്കി തയ്ക്കാൻ വേണ്ടി 1 ഇഞ്ച് ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വീതിക്ക് മടക്കി തയ്ക്കണമെങ്കിൽ കുറച്ച് അധികം എടുക്കാം. നമുക്ക് 2 ഇഞ്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 1 ഇഞ്ചാണ് ഇതേപോലെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് എടുത്ത് കൊടുക്കാം. എനിക്ക് 17 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂട്ടി 17 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് തയ്ക്കുന്നത് 42 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടത് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 42നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 42 ഡിവൈഡ് ബൈ 10 നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. എനിക്ക് കിട്ടിയത് 4.2 ഇത് ഡിവൈഡ് ചെയ്ത് തരാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ 4.2 എടുക്കുന്നില്ല, 4 ഇഞ്ചാണ് ഞാൻ ഇതേപോലെ ഇതിൻ്റെത് കൊടുക്കുന്നത്. നമുക്കിത് ഈ ഒരു അറ്റയിൽ നിന്ന് 4 എടുത്ത് കൊടുക്കുക. 4.2 എടുക്കുന്നില്ല, 4 എടുത്ത് കൊടുക്കുന്നത്. കാരണം അത്ര ഡിഫറൻസ് വരുന്നില്ല, 2 വരുമ്പോൾ. അതുകൊണ്ടാണ് 4 എടുക്കുന്നത്. 4.2 എടുക്കുകയാണെങ്കിൽ അങ്ങനെ 2 എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് എത്രയാണ് ഇത് സ്ലീവിൻ്റെ വണ്ണം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി 42 ഡിവൈഡഡ് ബൈ 4 എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 42 ഡിവൈഡ് ബൈ 4 കിട്ടുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ച്, എന്നിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 1 ഇഞ്ച് മൈനസ് ചെയ്താൽ 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ 9.5 ഇഞ്ചാണ് ഈ കോണിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെ ടാപ്പ് നമുക്ക് ഈ ഒരു കോണിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് എവിടെയാണോ 9.5 ഇഞ്ച് കിട്ടുന്നത് അവിടെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 4 അടയാളപ്പെടുത്തിക്കില്ല, ആ ഒരു ലൈനിലാണ് നമ്മളിപ്പോൾ ഈ 9.5 ഇഞ്ച് വരുന്നത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് 1.5 ഇഞ്ച് നമുക്കിത് ഇതേപോലെ തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി നമ്മളിത് ജോയിൻ ചെയ്ത് വരക്കുമ്പോൾ നമ്മൾ സ്ട്രൈറ്റായിട്ട് നേരെ ഈ ഒരു കോണിൽ നിന്ന് അവിടത്തേക്ക് വരയ്ക്കരുത്. നമ്മൾ ഈ ഒരു കോണിൻ്റെ അവിടെ ഒരു 1.5 ഇഞ്ചെങ്കിലും ഗ്യാപ്പ്, 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഒന്ന് വിടുക. എന്നിട്ട് അവിടെ നിന്ന് നമുക്കിതുപോലെ വളച്ച് വരച്ചു കൊണ്ടുവരാം. അതായത് ഇതേപോലെ 1.5 ഇഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ വളച്ച് വന്ന് നമ്മളവിടെ 9.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കില്ല, അവിടത്തേക്ക് ഇതേപോലെ കൊണ്ടുവരാം. നേരെ നമ്മൾ തയ്യൽ തുമ്പിലേക്ക് കൊണ്ടുവരുന്നത് 9.5 ഇഞ്ചിൽ ടച്ച് ചെയ്തതിന് ശേഷം വേണം തയ്യൽ തുമ്പിലേക്ക് പോകാൻ. ഇതേപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് പഫിനുള്ള തുണി കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ടത് എത്രയാണ്? 2 ഇഞ്ചാണെങ്കിൽ ചെറിയ പഫ് കിട്ടും, അല്ലെങ്കിൽ 3 ഇഞ്ച് 3.5 4 ഒക്കെ എടുത്തു കൊടുക്കും. 4 ആകുമ്പോൾ നല്ല പഫായിട്ട് തന്നെ കിട്ടും. ഇപ്പം ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതേപോലെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇത് വരച്ചെടുക്കാം. ഇതൊരു ചെറിയൊരു ഷേപ്പായിട്ട് നമുക്കിത് വരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ വന്ന് ഇങ്ങനെയാണ് വരക്കേണ്ടത്. നമ്മൾ നേരത്തെ വരച്ച ലൈനിൽ തട്ടിയിട്ട് കൊണ്ടുവരണം. ഇതേപോലെ വരച്ചെടുക്കാം. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് അടയാളപ്പെടുത്തിയത് ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് സാധാ സ്ലീവിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള ആം ഹോളൊന്ന് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ സാധാരണ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കൂലേ, ഇതിന് അത്രയൊന്നും വേണ്ട. ഇത് ചെറുതായിട്ടൊന്ന് കുഴിച്ച് അടയാളപ്പെടുത്തിയാൽ മതി. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് സ്ലീവ് റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് എനിക്ക് വേണ്ടത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് ഇവിടുന്ന് ഇതേപോലെ ലൈന് വരച്ചതിന് ശേഷം അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. ഷേപ്പ് ചെയ്ത സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരക്കാം. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ അടയാളപ്പെടുത്തിയതിലൂടെ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ വരെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നിവർത്തിയതിന് ശേഷം ഫ്രണ്ടിലുള്ള ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അധികം കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടിലുള്ള ആം ഹോള് ഇവിടുന്ന് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം, വെട്ടിക്കൊടുക്കാം. ഇനി അടുത്തത് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് 2ആയിട്ട് തന്നെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പഫ് വരുന്ന ഭാഗമില്ലേ, അവിടുന്ന് സെൻറ്ററിൽ ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈന് വരുന്നില്ലേ, അവിടെയും നമുക്കൊരു കട്ടിട്ട് കൊടുക്കണം. നമ്മൾ 4 ഭാഗത്തും എത്തണം കേട്ടോ.
ഇതേപോലെ വെച്ചിട്ട് അവിടെ നമുക്ക് കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫ്രില്ലിടാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു നമ്മൾ കട്ട് അടയാളപ്പെടുത്തിയില്ല, അവിടുന്ന് ഫ്രില്ലിട്ടിട്ട് ഇപ്പുറ സൈഡിൽ കട്ട് വരുന്നവിടെ വരെ ഫ്രില്ല് വരണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ കട്ട് വന്നിട്ടില്ല, അപ്പോൾ അവിടെ ഒന്ന് കട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മെഷീനിൽ ഫ്രില്ലിടാൻ തുടങ്ങാം. അപ്പോൾ ആ ഒരു കട്ട് വരുന്ന സ്റ്റാർട്ടിങ് നിന്നാണ് കേട്ടോ ഞാൻ തുടങ്ങുന്നത്. എന്നിട്ട് ചെറിയ ഫ്രില്ല് മതിയാവും കേട്ടോ. ഒന്നെങ്കിൽ പിന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ഇതേപോലെ ചെറിയ ഫ്രില്ലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു കട്ടത്ത് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത കട്ട് വരെ ഇതേപോലെ ഫ്രില്ല് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്ര പണിയേ ഉള്ളൂ. നമുക്ക് ഇതേപോലെ പഫ് സ്ലീവ് തയ്ക്കാൻ കണ്ടുവന്നല്ല ഭംഗി തന്നെ നമുക്ക് പഫ് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് കൃത്യമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നമുക്ക് ഫ്രില്ലിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് അളവ് കൃത്യം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.